Hi friends, TGS Vehicle Point സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിലുള്ള ലേണേഴ്സ് ടെസ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഇന്നേ നാൾ വരെ ഈ ലേണേഴ്സ് ടെസ്റ്റ് നടന്നിരുന്നത് വൈകിട്ട് 4 മണിക്ക് ശേഷം ലഭിക്കുന്ന ഒരു പാസ്വേഡ് അത് എൻ്റർ ചെയ്തുകൊണ്ട് ഓൺലൈനായി തന്നെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിലിരുന്നോ ചെയ്തുകൊണ്ടിരുന്ന ഈ ലേണേഴ്സ് ടെസ്റ്റ് സമ്പ്രദായം 2022 ഓഗസ്റ്റ് 22 അതായത് ഇന്നു മുതൽ ഇനി RTO ഓഫീസിലോ സബ് RTO ഓഫീസിലോ വെച്ച് നടത്തപ്പെടുന്ന ഈ ടെസ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. ധാരാളം ആളുകൾ ഈ ടെസ്റ്റിൻ്റെ സമയക്രമം സംബന്ധിച്ചിട്ടുള്ള ഒരു സംശയം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ. എറണാകുളം RTO ഓഫീസിൻ്റെ പരിധിയിലുള്ള ഈ ലേണേഴ്സ് ടെസ്റ്റ് നടത്തപ്പെടുന്നത് രാവിലെ 8:30 മുതൽ 10:30 വരെ ഉള്ള സമയത്തായിരിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ ഈ ലേണേഴ്സ് ടെസ്റ്റിനുള്ള സ്ലോട്ട് ബുക്കിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് സമയം നൽകിയിട്ടുള്ളതും. അപ്പോൾ ഒരു സെറ്റ് 8:30 to 9:30 കൂടാതെ 9:30 to 10:30 ഇങ്ങനെ 2 ബാച്ചായിട്ടാണ് ഇത് നടത്താനായിട്ട് അവർ ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ് അവിടുന്ന് അറിയുന്നത്. ഇതേപോലെ തന്നെ സബ് RTO ഓഫീസുകളിലും വെച്ച് നടത്തപ്പെടുന്ന ലേണേഴ്സ് ടെസ്റ്റിൽ അത് എത്ര പേർക്ക് പങ്കെടുക്കാമെന്നുള്ളത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ സ്ലോട്ട് ബുക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് അതിൽ കാണിച്ചിട്ടുള്ള അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് RTO ഓഫീസിൽ ഹാജരാകാം. ഈ RTO ഓഫീസിൽ ഹാജരാകുന്ന സമയത്ത് നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ ആ കോപ്പി കൈവശം കരുതുക. ഒപ്പം ഇതിൻ്റെ ഒറിജിനൽ രേഖകളും കൈവശം ഉണ്ടായിരിക്കണം. പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓൺലൈൻ വഴിയുള്ള ലേണേഴ്സ് ടെസ്റ്റ് സമ്പ്രദായം നിർത്തലാക്കിയത്. ഡ്രൈവിംഗ് സ്കൂളുകളുടെയും മറ്റ് പലരുടെയും കൈകടത്തലുകൾ ഈ ലേണേഴ്സ് ടെസ്റ്റ് സമ്പ്രദായത്തിൽ കടന്നുകൂടിയതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിയത്. പല അംഗപരിമിതിയുള്ള ആളുകൾ വരെ അത് എല്ലാം മറച്ചു വെച്ചുകൊണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും എല്ലാം അപ്ലോഡ് ചെയ്ത് അങ്ങനെയും ഈ ലേണേഴ്സ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ മാറ്റം അത് നല്ലൊരു മാറ്റമായിട്ട് തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഉണ്ടാകുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിലേക്കായിട്ട് ഈ TGS വെഹിക്കിൾ പോയിന്റ് അത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പങ്കുവയ്ക്കുക.